UDF സർക്കാർ പ്രഖ്യാപിച്ച വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുന്നു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകൾ ഇന്നലെ മുതൽ തന്നെ സൗജന്യ യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ പുതിയ പദ്ധതികളുടെ ആരംഭം കുറിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും ഇതുൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാൻ ബാക്കിയുള്ള 4 ഉറപ്പുകളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. 2026 ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടി ക്രമങ്ങൾ തുടക്കം കുറിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ പ്രഖ്യാപനം. അടിസ്ഥാന പെൻഷൻ 3000 രൂപയിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ വിതരണം പരിമിതപ്പെടുത്തുന്നതിനായി അതോടൊപ്പം തന്നെ അർഹതപ്പെട്ട കൂടുതൽ ഗുണഭോക്താക്കളിലേക്ക് പദ്ധതി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതിൻ്റെ ഭാഗമായും തദ്ദേശ തലത്തിലും വാർഡ് അടിസ്ഥാനമാക്കിയുള്ള കർശന പരിശോധനകൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കും. 26.67 ലക്ഷത്തോളം വരുന്ന 5 ഇന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും NSIP വിഭാഗത്തിൽപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുമുള്ള ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്കും 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൈകളിലേക്കുമാണ് നിലവിൽ വിതരണം പുരോഗമിക്കുന്നത്. എന്നാൽ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും DBT സംവിധാനത്തിലേക്ക് മാറാമെന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഇതിനായി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളും ആധാർ കാർഡും ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളും സമർപ്പിക്കുന്ന മുറയ്ക്ക് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് മാറ്റപ്പെട്ട് കിട്ടും. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ 30-ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും. നാളിതുവരെയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ എത്തിയിട്ടുള്ളത്. 2.5 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ളത്. ഇതോടൊപ്പം തന്നെ അവിവാഹിത വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം പഞ്ചായത്തുകളിൽ നിന്നും അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള മുറയ്ക്ക് തന്നെ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ ജൂൺ മാസം മുതലുള്ള വർദ്ധിപ്പിച്ച പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും. ജൂൺ മാസത്തിൽ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ പെൻഷൻ വിതരണത്തിൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുക അടക്കമാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. കന്നി ബഡ്ജറ്റ് ജനപ്രിയവും അതേസമയം യാഥാർത്ഥ്യബോധവും ഉള്ളത് ആയിരിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. തെരഞ്ഞെടുപ്പിൽ നൽകിയ 6 ഇന്ദിരാ ഗ്യാരണ്ടികൾ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി മാറ്റുമെന്നുള്ളതാണ് ഒരു ഗ്യാരണ്ടി. ഒറ്റയടിക്ക് 3000 വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനത്തിന് ബഡ്ജറ്റിൽ സാധ്യതയില്ല. ഘട്ടം ഘട്ടമായി 2-3 വർഷത്തിനകം ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിൻ്റെ തുടക്കം ബഡ്ജറ്റിൽ ഉണ്ടാകും. ഇതിനു പുറമെ KSRTC ബസ്സുകൾ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന ചരിത്രപ്രധാനമായ പദ്ധതി ജൂൺ 15 തിങ്കളാഴ്ച മുതൽ തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിപ്ലവകരമായ പദ്ധതി ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ലഭ്യമാകുക എന്നും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തുടക്കത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ 100 ദിവസത്തേക്കാണ് ഓർഡിനറി ബസ്സുകളിൽ ഇത് നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ വിജയവും KSRTCയുടെ സാമ്പത്തിക ലാഭനഷ്ടങ്ങളും വിലയിരുത്തിയതിന് ശേഷമായിരിക്കും മറ്റ് സൂപ്പർ ക്ലാസ് ബസ്സുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് സർക്കാരുകളുടെ ധനസഹായത്തിന് പുറമെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കർഷക ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യ വിതരണം കൂടി ആരംഭിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാം ഗഡുവായ 2000 രൂപ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ മാസം 30-ന് മുന്നോടിയായി ഇലക്ട്രോണിക് KYC, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കുന്ന അർഹതപ്പെട്ട കർഷകർക്കും ഗുണഭോക്താക്കളിലേക്കുമാണ് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക. 22ാമത്തെ ഗഡുവായ 2000 രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇത്തവണ പരമാവധി 4000 രൂപ വരെ എത്തിച്ചേരുമെന്നാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. കൃഷിഭൂമിയുടെ ഏറ്റവും പുതിയ കരമടച്ച രസീതും റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, OTP സംവിധാനം, എത്തിച്ചേരുന്ന മൊബൈൽ നമ്പർ എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് KYC, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കാവുന്നതാണ്. ഇതുവരെയും അപേക്ഷ വെച്ചിട്ടില്ലാത്ത സ്വന്തമായി കൃഷിഭൂമിയുള്ള ഗുണഭോക്താക്കൾക്കും അപേക്ഷ വെക്കാവുന്നതാണ്. കൂടുതൽ സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ പ്രഖ്യാപിക്കും. മറ്റൊരു അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി അതോടൊപ്പം തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി മുൻ സർക്കാർ ഒക്ടോബർ മാസം 29-ാം തീയതി പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ധനസഹായ പദ്ധതികൾ 2 എണ്ണമാണിത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ഉള്ളത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതികളിലായിരുന്നു. 18 ലക്ഷത്തിന് മുകളിലായിരുന്നു അപേക്ഷകർ. ഇതിൽ 16 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ നിലവിൽ അപ്രൂവൽ വാങ്ങിയിട്ടുള്ളവരാണ്, ആനുകൂല്യം ലഭിക്കാൻ അർഹതയുള്ളവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതികളും ഉള്ളത്. ഏകദേശം 1 ലക്ഷത്തിന് അടുത്ത് ഗുണഭോക്താക്കൾ ഇപ്പോൾ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപേക്ഷ പെൻഡിങ് ആയിട്ടുള്ള 70,000-ത്തോളം ഗുണഭോക്താക്കൾ വേറെയും ഇതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനിലും പുതിയതായിട്ട് ലക്ഷക്കണക്കിന് അപേക്ഷകൾ വന്നിട്ടുണ്ട്. അവരുടെ അപേക്ഷകൾ അപ്രൂവൽ ആയിട്ടില്ല. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിക്ക് ഉൾപ്പെടെ മുൻ സർക്കാർ ബഡ്ജറ്റിൽ 3700 കോടി രൂപയ്ക്ക് മുകളിൽ
വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ധനസഹായം കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിന് പുതിയ സർക്കാരിന് സാധിച്ചിട്ടില്ല. പദ്ധതി അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ്, പദ്ധതി നിർത്താൻ പോവുകയാണെന്ന സൂചനകളാണ് നിലവിൽ വരുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ പോലും സ്ത്രീ സുരക്ഷാ പെൻഷനോ അതോടൊപ്പം തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനെ പറ്റിയോ പരാമർശങ്ങൾ ഇല്ല. ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണിത്. കാരണം സംസ്ഥാന ബഡ്ജറ്റ് ഈ വെള്ളിയാഴ്ചയാണ് നടക്കാനിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച എന്തെങ്കിലും സൂചനകൾ ഈ സ്കീമിനെ പറ്റി ഉണ്ടായില്ല എങ്കിൽ പദ്ധതി അവസാനിപ്പിക്കുകയാണെന്നൊരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആനുകൂല്യത്തിൽ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ അപേക്ഷ വെച്ചിരുന്ന അവർക്ക് 2 ഘട്ടം അല്ലെങ്കിൽ 2 ഗഡുക്കളാണ് വിതരണം ചെയ്തത്. പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഫെബ്രുവരി മാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ധനസഹായം എല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് ധനസഹായം കുടിശ്ശിക വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കുടിശ്ശിക വന്നിട്ടുള്ള ധനസഹായ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ധനവകുപ്പിലേക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ സമീപിക്കുകയും ചെയ്തിരുന്നു. തൊഴിൽ വകുപ്പിൽ നിന്ന് കൃത്യമായിട്ട് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് വേണ്ടി അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയലുകളും കൃത്യമായിട്ട് ധനവകുപ്പിലേക്ക് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ ഫയലുകൾ സാങ്ഷൻ ചെയ്യുന്നതിന് പുതിയ സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പദ്ധതി അവസാനിപ്പിക്കുകയാണോ എന്ന കാര്യത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ പ്രതിമാസം 1000 രൂപ ലഭിക്കുന്നതിന് വേണ്ടി യോഗ്യത നേടിയ എല്ലാവരും ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കണം. ഈ പദ്ധതി ഇനിയും തുടരുമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പുതിയ സർക്കാരാണ്. കൂടുതൽ അറിയിപ്പുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.